ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ദ 100 എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റ്. ആ ടൂർണമെൻറ്റ് നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. എന്തുകൊണ്ടാണ് അതിന് 100 എന്ന് പേരിട്ട് വിളിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ നിയമവശങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആ ടൂർണമെൻറ്റ് പ്രത്യേകത എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് T20 ക്രിക്കറ്റിൻ്റെ ഒരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് T20 ക്രിക്കറ്റിനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ടെസ്റ്റുകളായിരുന്നു. ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈംലെസ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന മത്സരങ്ങൾ അവസാനിക്കുന്നവരെ കളിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റ് മാച്ചുകൾ. പിന്നീട് അത് ഏകദിന മത്സരങ്ങൾക്ക് വഴിമാറി. 60 ഓവർ വീതമുള്ള ഏകദിന മത്സരങ്ങൾ, പിന്നീട് 50 ഓവർ വീതമുള്ള ഏകദിന മത്സരങ്ങൾ. പിന്നീടാണ് T20 ക്രിക്കറ്റ് എന്ന് പറയുന്ന ആശയം വന്നത്. അതുകൊണ്ട് തന്നെ T20 ക്രിക്കറ്റ് ഇന്ന് ലോകം മുഴുവൻ വളരെയധികം പ്രസിദ്ധമാണ് താനും. അതിനുശേഷം പല സ്ഥലങ്ങളിലും ഈ T10 ക്രിക്കറ്റ് എന്ന് പറയുന്ന 10 ഓവർ വീതമുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ പലപ്പോഴും നടത്തിയെങ്കിലും അത് അത്രയ്ക്കും ഒരു സക്സസ് ആയില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇംഗ്ലണ്ട്, ക്രിക്കറ്റിന്റെ ജന്മദേശമാണല്ലോ ഇംഗ്ലണ്ട്, അവിടെ തന്നെ അവതരിപ്പിക്കപ്പെട്ട മറ്റൊരു രൂപമാണ് ദ 100 എന്ന പേരിൽ ഒരു ടൂർണമെന്റ്. 100 എന്ന് പറഞ്ഞാൽ 100 ബോളുകളുള്ള ഒരു ടൂർണമെന്റ്. നമുക്കറിയാം, എപ്പോഴും നമ്മൾ ഒരു മത്സരം എന്ന് പറയുന്നത് ഓവറുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ. 50 ഓവർ വീതമുള്ള മത്സരങ്ങളാണല്ലോ ഏകദിന മത്സരങ്ങൾ. 2020 എന്ന് പറഞ്ഞാൽ 20 ഓവർ വീതമുള്ള മത്സരങ്ങളാണ്. ഓരോ ഓവർ എന്ന് പറഞ്ഞാൽ 6 ബോളുകളാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് 100 ബോളുകളുള്ള ഒരു ടൂർണമെന്റ് ആണ്. 100 ബോളുകൾ പറഞ്ഞാൽ ഒരു ഇന്നിങ്സിൽ ഒരു ടീമിന് ബാറ്റ് ചെയ്യാൻ ലഭിക്കുക 100 ബോളുകളാണ്. നമ്മൾ അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. അത് ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം അവതരിപ്പിച്ചത്. അപ്പോൾ 16 ഓവറുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും 96 ബോളുകളാണ്. അപ്പോൾ 16 ഓവറുകളും 4 ബോളുകളുമാണോ ഈ 100 എന്ന് പറയുന്നത്? അങ്ങനെയാണോ? അപ്പോൾ അവസാനത്തെ ഓവർ എന്ന് പറയുന്നത് 4 ബോളുകളാണോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ 100 എന്ന് പറയുന്ന ആശയം അത് കുറേ വർഷങ്ങളായിട്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നതാണ്. 2017 ECBയുടെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുണ്ടായിരുന്ന സഞ്ജയ് പട്ടേൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ആശയം അവതരിപ്പിച്ചത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിൽ തന്നെ രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇവോൾവ് ചെയ്തിട്ടാണ് ഈ 100 എന്ന് പറയുന്ന മത്സരം ആദ്യമായിട്ട് 2020 സംഘടിപ്പിക്കാനായിട്ട് ECB തീരുമാനിക്കുന്നത്. അപ്പോൾ 2020 പക്ഷേ അത് സംഘടിപ്പിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുവെങ്കിലും അന്ന് ഈ പാൻഡമിക് കോവിഡ് വന്നതുകൊണ്ട് തന്നെ ആ വർഷം അത് നടന്നില്ല. ഒരു വർഷം നീണ്ടു. 2021 ആ ടൂർണമെന്റ് ആദ്യമായിട്ട് നടന്നത്. ഇപ്പം 3 വർഷം ആ ടൂർണമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് അവർ നടത്തിയിട്ടുണ്ട്. 2021, 22, 23 3 വർഷങ്ങളിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ 4ാമത്തെ എഡിഷൻ ജൂലൈ 23 തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടൂർണമെന്റിനെ പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും. ഇപ്പോൾ ഈ ടൂർണമെന്റ് കുറച്ചും കൂടെ ഒന്ന് വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ അവർ ക്ഷണിക്കുന്നുണ്ട് ECB. അതായത് ഇത് ഈ ഇംഗ്ലണ്ടിലെ ഈ 2020 ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് IPLന്റെ മാതൃകയിൽ നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കൗണ്ടികളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ അവിടെ കൗണ്ടിയാണ്. ഇവിടെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നൊക്കെ പറയുന്ന പോലെ അവിടെ കൗണ്ടികളാണ്. ഗ്ലാമോർഗൻ എന്ന് പറയുന്ന കൗണ്ടി, സസെക്സ് എന്ന് പറയുന്ന കൗണ്ടി, എസെക്സ് എന്ന് പറയുന്ന കൗണ്ടി, ഇങ്ങനെ പല ലങ്കാഷെയർ, ഇങ്ങനെ പല ടീമുകളുണ്ട് അവിടെ. കൗണ്ടിയിലൊക്കെ അങ്ങനെ ആ ടീമുകളുടെ പേരിലാണ് കളിക്കുന്നത്. പക്ഷേ ഇത് സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ നമ്മുടെ IPL മോഡലിലേക്ക് മാറ്റിക്കൊണ്ട് 8 ടീമുകളെ വെച്ചിട്ടാണ് ഈ 100 സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ആണുങ്ങളുടെ ടീമും പെണ്ണുങ്ങളുടെ ടീമുണ്ട്. നമുക്കിവിടെ WPL ആണല്ലോ ഈ IPLന്റെ മാതൃകയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. അവിടെ അത് 100 വിമൻസ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ആണെങ്കിൽ മറ്റേതിന് 100 മെൻസ് എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ WPL കഴിഞ്ഞിട്ട് IPL പിന്നീടാണ് IPLന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അങ്ങനെയല്ല. ഒരു ദിവസം തന്നെ ഒരു ഡബിൾ ഹെഡർ എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് രാവിലെ വനിതകളുടെ മത്സരമാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേര സമയത്താണ് മെൻസിന്റെ ആ മാച്ച് നടക്കുന്നത്. അപ്പോൾ ആ ഒരു വെന്യൂവിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുവാണെങ്കിൽ നമുക്ക് മോർണിംഗോ അല്ലെങ്കിൽ ആഫ്റ്റർനൂണോ ഈ വിമൻസിന്റെ മാച്ചും കാണാം. അത് കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ അതിന്റെ കഴിഞ്ഞ ഉടനെ തന്നെ ഈ മെൻസിന്റെ മാച്ചും സ്റ്റാർട്ട് ചെയ്യും. അതിപ്പോൾ 2 ടീമുകൾ, ഇപ്പോൾ ഓവൽ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവരാണ് ഈ കറണ്ട് ചാമ്പ്യൻസ്. കഴിഞ്ഞ വർഷം ഓവൽ ഇൻവിൻസിബിൾസ് എന്ന് പറയുന്ന അവരാണ് കഴിഞ്ഞ 2023 എഡിഷനിൽ ചാമ്പ്യൻസ്. ഇപ്പോൾ ഓവൽ ഇൻവിൻസിബിൾസും സദേൺ ബ്രേവ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവരും തമ്മിലാണ് കളിക്കുന്നതെങ്കിൽ ആ ഉച്ച സമയത്ത് വിമൻസിന്റെ ആ 2 ടീമുകളും തമ്മിലുള്ള മാച്ച് ആയിരിക്കും. വൈകുന്നേരം അതേ ടീമുകൾ തമ്മിലുള്ള മെൻസിന്റെ മാച്ച് ആയിരിക്കും. ഇതാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ, അപ്പം നമുക്കറിയാമല്ലോ, ലോകത്ത് ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റേഴ്സിനെ തേടുന്ന സമയത്ത് ആദ്യമായിട്ട് എല്ലാവരുടെയും കണ്ണുകൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. ആഫ്റ്റർ ഓൾ, കാരണം IPL ടീമുകളായിരിക്കും ഏറ്റവും കൂടുതൽ, IPL ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പുകളും അങ്ങനെയുള്ള ആളുകളുമായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലേക്കാണ് അവർ ആദ്യമായിട്ട് ഒരു ഇൻവെസ്റ്റേഴ്സിനെ തേടിയുള്ള ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് IPL ഫ്രാഞ്ചൈസികൾ അല്ലെങ്കിൽ ഓണർമാർ അതിൽ താല്പര്യം കാണിച്ചിട്ടുമുണ്ട്.
അതൊക്കെ ഒരു മറ്റൊരു വിഷയമാണ്. കാരണം അതൊക്കെ ഇനിയും കുറേ സമയമെടുക്കും അതിലേക്കൊക്കെ വരാനായിട്ട്. ഏകദേശം 49% സ്റ്റേക്കാണ് അവരതിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും എങ്ങനെയാണ് ഈ 100 എന്ന് പറയുന്ന ടൂർണമെൻറ്റ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്കൊക്കെ വരും. അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 100 ബോളുകളാണ്. അപ്പോൾ 100 ബോളുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 16.4 ഓവറുകളാണോ എന്നുള്ള സംശയം എല്ലാവരിലും ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. അതിനെ ഇപ്പോൾ നമ്മൾ ഈ ഓവർ എന്ന് പറയുന്ന 6 ബോളുകൾ കഴിയുമ്പോൾ ഒരു ഓവർ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ആ ഓവറിന്റെ സ്ഥാനത്ത് സെറ്റുകളാണ്. സെറ്റുകൾ എന്ന് പറഞ്ഞാൽ സെയിം ഓവർ പോലെ തന്നെയാണ്. പക്ഷേ ഒരേ ഒരു വ്യത്യാസമുള്ളത്, നമ്മൾ ക്രിക്കറ്റിൽ ഓവർ എന്ന് പറയുമ്പോൾ 6 ബോളുകളാണെങ്കിൽ ഇതിൽ സെറ്റുകൾ എന്ന് പറയുന്നത് 5 ബോളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 ബോളിന്റെ ഒരു സെറ്റിനാണ് വേണമെങ്കിൽ നമുക്ക് ഓവർ എന്ന് പറയാവുന്നത്. അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 20 സെറ്റുകൾ എന്ന് പറയുമ്പോഴേക്കും 100 ബോളുകളായി അല്ലേ. കാരണം 5 ബോളുകൾ വീതമുള്ള 20 സെറ്റുകൾ എന്ന് പറയുമ്പോൾ 100 ബോളുകളായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി ഒരു ബോളറിനെ അല്ലെങ്കിൽ ഒരു ഫീൽഡിംഗ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു എൻഡിൽ നിന്ന് തുടങ്ങുന്നു. ആ എൻഡിൽ നിന്ന് 5 ബോളുകൾ എറിയുമ്പോഴേക്കും ആ ഒരു സെറ്റ് കഴിഞ്ഞു. ആ സെറ്റ് കഴിയുമ്പോൾ സാധാരണ ഒരു ഓവർ കഴിയുമ്പോൾ എന്താണ് പിന്നെ അടുത്ത എൻഡിൽ നിന്നാണ് ബാറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു സെറ്റ് കഴിയുമ്പോൾ പിന്നെ അതേ എൻഡിൽ തന്നെയാണ്. അതായത് 10 ബോളുകൾ വരെ 2 സെറ്റുകൾ വരെ ഒരേ എൻഡിൽ തന്നെ ബാറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ 5-1 ഒരു ബോളറിന് ബോൾ ചെയ്യാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദിന മത്സരങ്ങളിലാണെങ്കിൽ 50 ഓവർ മത്സരങ്ങളിലാണെങ്കിൽ 10 ഓവറാണ് ഒരാൾക്ക് ബോൾ ചെയ്യാൻ ഉണ്ടാവുക. അതുപോലെ തന്നെ T20 20 ഓവറിൽ 4 ഓവറാണ്. അതായത് 5-1 ഒരു ബോളറിന് ബോൾ ചെയ്യാനായിട്ട് 5 ബോളേഴ്സ് എറിയണം എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 100 ബോളുകൾ കൊണ്ട് തന്നെ ഒരു ബോളറിന് ബോൾ ചെയ്യാൻ സാധിക്കുക മാക്സിമം എന്ന് പറയുന്നത് 20 ബോളുകളാണ്. ആ 20 ബോളുകൾ വേണമെങ്കിൽ ഒരു ബോളറിന് ഇപ്പോൾ ആദ്യം ഓവർ എറിയുന്ന ഒരു ബോളർ അല്ലെങ്കിൽ ആദ്യത്തെ സെറ്റ് എറിയുന്ന ഒരു ബോളറിന് 5 ബോളുകൾ കഴിയുമ്പോൾ മാറാം, വേണമെങ്കിൽ വീണ്ടും ഒരു 5 ബോളുകൾ കൂടെ എറിയാം എന്നുള്ളതാണ്. എക്സാമ്പിൾ ഇപ്പോൾ ജസ്പ്രീത് ബുംറയാണ് എറിയുന്നതെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. അപ്പോൾ അദ്ദേഹം എറിയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ 5 ബോളുകൾ ചെയ്യുമ്പോൾ ആദ്യത്തെ സെറ്റായി. ഈ സെറ്റ് ആവുമ്പോൾ അമ്പയർ കാണിക്കുന്ന ഒരു സിഗ്നൽ ഉണ്ട്, ഒരു വൈറ്റ് കാർഡ്. നമ്മളിപ്പോൾ ഫുട്ബോളിലൊക്കെ റെഡ് കാർഡ് അല്ലെങ്കിൽ യെല്ലോ കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വൈറ്റ് കാർഡ് എടുക്കും. ആ വൈറ്റ് കാർഡ് ഉയർത്തി കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ടീമിന്റെ ക്യാപ്റ്റന് വേണമെങ്കിൽ ഒരു പുതിയ ബോളറിനെ കൊണ്ട് അടുത്ത സെറ്റ് ബോൾ ചെയ്യാം. അതല്ല ജസ്പ്രീത് ബുംറയ്ക്ക് തന്നെ എറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും 5 ബോളുകളും എറിയാം. പക്ഷേ മാക്സിമം അദ്ദേഹത്തിന് എറിയാൻ പറ്റുക 20 ബോളുകളായിരിക്കും. അത് പിന്നീടുള്ള ആ 2 സെറ്റുകൾ 5-5 വീതമുള്ള സെറ്റുകൾ അല്ലെങ്കിൽ വീണ്ടുള്ള 10 ബോളുകൾ എപ്പോൾ വേണമെങ്കിൽ വന്ന് അദ്ദേഹത്തിന് ബോൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഒരു T20 മത്സരം എന്ന് പറയുമ്പോൾ മിനിമം ഒരു 3.5 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു മത്സരമാണ്. പക്ഷേ ഈ 100 എന്ന് പറയുന്ന ഈ ഒരു മത്സരം എന്ന് പറയുന്നത് 2.5 മണിക്കൂറിൽ തീരും എന്നുള്ളതാണ്. കുറച്ചും കൂടെ അതിൻ്റെ ഡ്യൂറേഷൻ കുറയും എന്നുള്ളതാണ്. കാരണം T20 മത്സരത്തിൽ 120 ബോളുകളാണെങ്കിൽ ഇവിടെ നമുക്ക് 100 ബോളുകളേ ഉള്ളൂ. അപ്പോൾ 2 ഇന്നിങ്സിലും കൂടെ അവിടെ 40 ബോളിൻ്റെ വ്യത്യാസം വരികയാണ് അല്ലേ. അപ്പോൾ ആ 40 ബോളിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇന്നിങ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 65 മിനിറ്റ് ആണ് ഒരു ടീമിന് കൊടുക്കുന്നത്. 65 മിനിറ്റ്സ് ആണ്. അപ്പോൾ മറ്റേ ടീമിനും അതേ സമയം തന്നെ കൊടുക്കുമ്പോൾ എത്രയായി? 130 മിനിറ്റായി. 130 മിനിറ്റും പിന്നെ 15 മിനിറ്റാണ് ഇതിൻ്റെ ബ്രേക്കിലുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 145 മിനിറ്റോളം ഇതിനു വേണ്ടി. അതാണ് ഞാൻ ഈ പറഞ്ഞത് 2.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു മത്സരം അവസാനിക്കുമെന്നുള്ളത്. കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടു കൂടി സ്റ്റേഡിയത്തിൽ വന്നിരുന്ന് മത്സരങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് 100 എന്ന് പറയുന്നത്. അവിടെ വലിയ മ്യൂസിക്കും DJയും അതുപോലെ തന്നെ ബഹളങ്ങളും ഒക്കെ ആയിട്ട് കളർഫുള്ളാണ്. എപ്പോഴും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഫയർ വർക്സും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു സംഭവമാണ്. എല്ലാ മത്സരങ്ങളും അങ്ങനെയാണ് അവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടെ ആളുകളെ അട്രാക്ട് ചെയ്യുക, കൂടെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്, സാധാരണ നമുക്കറിയാം ഒരു മത്സരത്തിൽ ഒരു നോ ബോൾ ബോൾ ചെയ്യുമ്പോൾ ആ നോ ബോൾ എന്ന് പറയുന്നത് ആ നോ ബോൾ ഒരു റണ്ണ് കിട്ടും, പ്ലസ് ഒരു എക്സ്ട്രാ ബോൾ കിട്ടും, ഫ്രീ ഹിറ്റും കിട്ടും. ഇതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ 100 അങ്ങനെയല്ല. 100 ഒരു നോ ബോൾ ഒരു ബോളർ ബോൾ ചെയ്യുകയാണെങ്കിൽ ഒരു റണ്ണിന് പകരം 2 റണ്ണാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 റൺ എക്സ്ട്രാ ആയിട്ട് കിട്ടും, പ്ലസ് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു എക്സ്ട്രാ ബോൾ ചെയ്യണം, ഫ്രീ ഹിറ്റും കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോർമൽ ക്രിക്കറ്റിൽ ഒരു 2020 ക്രിക്കറ്റിൽ ഒരാൾ ഒരു നോ ബോൾ ഒരു ബൗണ്ടറി അടിക്കുകയാണെങ്കിൽ എത്ര റൺ കിട്ടും? 5 റണ്ണാണ് ലഭിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നീട് ഒരു ഫ്രീ ഹിറ്റും കിട്ടും, ഒരു എക്സ്ട്രാ ബോളും കിട്ടും എന്നുള്ളതാണ്. ഇവിടെ അതിന് പകരമായിട്ട് ഒരു നോ ബോളിൽ ഒരു ബൗണ്ടറി നേടുകയാണെങ്കിൽ 6 റണ്ണ് കിട്ടും. അതായത് 6 അടിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എക്സ്ട്രാ ബോളും അതുപോലെ തന്നെ ഫ്രീ ഹിറ്റും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 100 അതിൻ്റെ ഒരു 4ാമത്തെ എഡീഷനിലേക്ക് കടന്നിരിക്കുകയാണ്. എക്സലൻ്റ് ആയിട്ട് അത്
ഫാൻ കോഡാണ് ഇന്ത്യയിൽ അത് റിലേ ചെയ്യുന്നത്. കാണാൻ സാധിക്കും. രാത്രി 11 മണിക്കൊക്കെയാണ് അത് തുടങ്ങുന്നത്. 2-2.5 മണിക്കൂർ കൊണ്ട് അത് തീരും. കാണാൻ സാധിക്കുകയാണെങ്കിൽ കാണാൻ തന്നെ വളരെ, കാരണം ആ ഇംഗ്ലണ്ടിലെ ഗ്രൗണ്ടും അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം തന്നെ എക്സലൻ്റ് ആണ്. കാണാൻ സാധിക്കുകയാണെങ്കിൽ കാണുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആണ്. കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.